അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നഹ്മദുഹു വനസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. റമദാനിൽ ആത്യന്തികമായി നമ്മൾ ആർജിച്ചെടുക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് റമദാനിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ്. എല്ലാ സമയത്തും ഉണ്ടാകണം. അതിലൊന്ന് ശക്തമായ ഈമാനാണ്. ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളിലേക്ക് ഇറങ്ങിയ ഈമാനാണ്, ഉള്ളിലേക്ക് ഇറങ്ങിയ വിശ്വാസമാണ്. അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? അള്ളാഹു അല്ലാത്തതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്നും ആ സൃഷ്ടികളിൽ വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളും എല്ലാം ഉണ്ടെന്നും വ്യക്തികൾ ഒന്നിച്ചു ചേർന്നാലും അള്ളാഹുവിനോട് പകരമാകില്ല എന്നും ശക്തികൾ ഒന്നിച്ചു ചേർന്നാലും അള്ളാഹുവിന് പകരമാകില്ല എന്നും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള എല്ലാ ശക്തികളും അവസ്ഥകളുമെല്ലാം അള്ളാഹുവോട് ചേർന്ന് നിൽക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. അല്ലാതെ ഒരിക്കലും അത് അള്ളാഹുവിൻ്റേതല്ല, അഥവാ അള്ളാഹു അല്ല എന്ന് ചിന്തിക്കണം. അള്ളാഹുവിൻ്റേതാണ്, പക്ഷേ അള്ളാഹു അല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്കതിലൊരു വിശ്വാസമുണ്ടാവുക? ഉദാഹരണത്തിന് വ്യക്തികളെന്ന് പറയുമ്പോൾ ചെറിയ അണു മുതൽ, ജീവനുള്ള ചെറിയ അണു മുതൽ, നമുക്ക് കാണാൻ സാധിക്കാത്ത അണു മുതൽ അങ്ങോട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ വരെ വിശ്വാസികൾക്ക് ഏറ്റവും വലുതായി അള്ളാഹുവിൻ്റെ വിശ്വാസമ പഠിപ്പിച്ചു തന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വലുപ്പമാണ്. കാണുമ്പോൾ 600 ചിറകുകൾ ഉണ്ടായിരുന്നു എന്നും ഒറ്റ ചിറക് വിരിച്ചപ്പോഴേക്കും ആകാശം മുഴുവൻ മൂടിപ്പോകുന്നത് പോലെ തോന്നിയെന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആ ഒരവസ്ഥയിലുള്ള ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും മലക്കുകളും ചെറിയ ചെറിയ ക്രീച്ചസും അഥവാ ഇഴജന്തുക്കളും സസ്യങ്ങളും അതേപോലെ തന്നെ പറവുകളും മൃഗങ്ങളും എല്ലാ ജീവനുള്ളതെന്തൊക്കെയുണ്ടോ അതെല്ലാം വ്യക്തികളുടെ ഗ്രൂപ്പിലാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വ്യക്തികൾ കഴിഞ്ഞാൽ പിന്നെ ശക്തികളാണ്. ഏതൊക്കെ ശക്തികളെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന തീയൊരു ശക്തിയാണ്, മണ്ണ് ഒരു ശക്തിയാണ്, മണ്ണിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റുകൾ അത് ശക്തിയാണ്, അഥവാ ഇരുമ്പ് ലോഹങ്ങൾ മറ്റുള്ളതൊക്കെയും ശക്തിയാണ്. അതോടൊപ്പം വായു തന്നെ ഒരു ശക്തിയാണ്, വെള്ളം ഒരു ശക്തിയാണ്. അപ്പോൾ വായുവാകട്ടെ വെള്ളമാകട്ടെ ഈ പറയുന്ന അഗ്നിയാകട്ടെ ഈ പറയുന്ന മണ്ണാകട്ടെ ഇതെല്ലാം അതിൽ നിന്നുണ്ടാകുന്നതെല്ലാം നിമിത്തങ്ങളെല്ലാം അതൊക്കെ വെറും ശക്തികളാണെന്നും ആ ശക്തികൾക്ക് ശക്തി കൊടുക്കുന്നത് പോലും അള്ളാഹുവാണെന്നും ആ ശക്തിക്ക് സ്വന്തമായൊരു ശക്തിയില്ലെന്ന് വിശ്വസിക്കലുമാണ് സത്യത്തിൽ ഈമാൻ്റെ ഭാഗമായി നമ്മൾ പരിഗണിക്കേണ്ടത്. അഥവാ നമ്മെ സംബന്ധിച്ചിടത്തോളം വസ്തുക്കളും വ്യക്തികളുമായി ഇപ്പോൾ, അഥവാ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിരിക്കുന്ന ചെയർ ഒരു വസ്തുവാണ്, ഈ മൈക്കൊരു ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഒരു വസ്തുവാണ്, ഈ കാണുന്ന വീട്ടിൽ കാണുന്നതെല്ലാം വസ്തുക്കളാണ്. ജീവനില്ലാതെ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതിനെല്ലാം വസ്തുക്കളായി നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ്. അപ്പോൾ വസ്തുക്കളും വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മൾ പറഞ്ഞു എന്ന് വച്ചാൽ ചെറിയ അണു മുതൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമി വരെയുള്ളതൊക്കെ വ്യക്തികളാണ്. ഇനിയുള്ളതൊക്കെ ശക്തികളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തീയും വെള്ളവും അതേപോലെ തന്നെ വായുവും മണ്ണും ഇതെല്ലാം ശക്തികളാണ്. ഇനി അവസ്ഥകൾ എന്ന് പറയുന്നൊരു സാധനം കൂടിയുണ്ട്. എന്താ അവസ്ഥകൾ? ദുഃഖമുള്ള അവസ്ഥ, സന്തോഷമുള്ള അവസ്ഥ, ഭരണമുള്ള അവസ്ഥ, സൈന്യമുള്ള അവസ്ഥ, ഒരുപാട് ശക്തിയുള്ള അവസ്ഥ, ശക്തിയില്ലാത്ത അവസ്ഥ, സമ്പത്തുള്ള അവസ്ഥ, സമ്പത്തില്ലാത്ത അവസ്ഥ, ഇങ്ങനെ അവസ്ഥകൾ മാറി മാറി നെഗറ്റീവും പോസിറ്റീവായിട്ട് വരും. ആ അവസ്ഥകളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവസ്ഥകൾക്ക് സ്വന്തമായി നിലനിൽക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ ശക്തികൾക്കോ അവസ്ഥകൾക്കോ സ്വന്തമായി നിലനിൽക്കാൻ കഴിയില്ല എന്നും ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണെന്നും സ്രഷ്ടാവ് അള്ളാഹു മാത്രമാണെന്നും ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണെന്നും കൃത്യമായൊരു ബോധം നമ്മളിലേക്ക് എത്തലാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളുമൊക്കെയും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്രപഞ്ചങ്ങൾ മാത്രമാണ്. ആ പ്രപഞ്ചത്തിന് അതീതമായി നിൽക്കുന്ന സർവശക്തിയുടെ പേരാണ് അള്ളാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ് നമ്മൾ നോമ്പിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഈ വസ്തുക്കൾ നമുക്ക് അനുകൂലമായി എന്നതിൻ്റെ പേരിൽ വിജയമോ വസ്തുക്കൾ നമുക്കെതിരായി എന്നതിൻ്റെ പേരിൽ പരാജയമോ ഉണ്ടാവുകയില്ല. ഈ ശക്തികൾ നമുക്ക് അനുകൂലമായി എന്നതിൻ്റെ പേരിലോ ശക്തികൾ നമുക്ക് എതിരായി എന്നതിൻ്റെ പേരിലോ നമുക്ക് വിജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ കഴിയില്ല. അങ്ങനെ എത്രയോ ശക്തിയുള്ള ആളുകൾ ഈ ലോകത്തിൽ ഒന്നുമല്ലാതെയായി പോയതും ശക്തിയില്ലാത്ത ആളുകൾ ഒരുപാട് വലിയ സംഭവങ്ങളായി മാറിയത് നമുക്ക് കാണാവുന്നതാണ്. ഫിറഔൻ എല്ലാ ശക്തികളും ഉണ്ടായിരുന്നു, വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളും കൂടെയായിരുന്നു. പക്ഷേ അവസാനം കടലിലേക്ക് ആപ്പതിക്കുന്ന സമയത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ജഡത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മ്യൂസിയങ്ങളിൽ. ഞാൻ പറഞ്ഞു വരുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അരികിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ശക്തികളെതിര്, വസ്തുക്കളെതിര്, വ്യക്തികളെതിര്, അവസ്ഥകളെതിര് എല്ലാം എതിരായിരുന്നിട്ടും ഏകനായ അള്ളാഹു, സർവജ്ഞനും സർവശക്തനുമായ ഒംനിപ്പൊട്ടൻ്റ് ആൻഡ് ഒംനിസൈൻ്റായ അള്ളാഹു കൂടെ
ഉണ്ടായതുകൊണ്ട് ഈ വസ്തുക്കളോ വ്യക്തികളോ ശക്തികളോ അവസ്ഥകളോ ഒന്നും തന്നെ അദ്ദേഹം ലക്ഷ്യമാക്കിയില്ല. ഏകനായ അള്ളാഹുവിനെ, ഈ പറയുന്ന ഒംനിപ്പൊട്ടൻ്റ് ഒംനിസൈൻറ്റിനെ, സർവജ്ഞനും സർവശക്തനുമായ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചപ്പോൾ എല്ലാ വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളും തകിടം മറിഞ്ഞ് തനിക്ക് അനുകൂലമായതാണ് നമ്മൾ മൂസ പ്രവാചകനിലൂടെ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ നമ്മൾ കാണുന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം ഇങ്ങനെയാണ്. വസ്തുക്കളും വ്യക്തികളും ശക്തികളും അവസ്ഥകളും എല്ലാം അപ്പുറത്തായിരിക്കും, പക്ഷേ ആ പ്രവാചകന്മാർ അള്ളാഹുവോടൊപ്പമായിരിക്കില്ല, അള്ളാഹുവിലേക്ക് ചേർന്നതായിരിക്കും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട് എന്തില്ല എന്നതല്ല, നമ്മൾ എത്രമാത്രം അള്ളാഹുവിലേക്ക് ചേരുന്നു എന്നതും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് മാത്രം തിരിയുകയും അള്ളാഹുവോടാണ് നമ്മുടെ എല്ലാ അർത്ഥനകളും പ്രാർത്ഥനകളും എല്ലാം സർവജ്ഞനും സർവശക്തനുമായ ഏകഛത്രാധിപതിയും സർവാധിപതിയും സമഗ്രാധിപതിയുമായ അള്ളാഹുവിലേക്ക് മാത്രമേ ഞാൻ എല്ലാ കാര്യത്തിനും തിരിയൂ എന്ന് ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്ന ഈമാൻ പെർഫെക്റ്റാകും. അഥവാ ഈമാൻ നമ്മുടെ ഉള്ളിലേക്കിറങ്ങും. എപ്പോഴും അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്നൊരു എക്സ്പീരിയൻസ് നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മളെ അതെല്ലാം അനുഭവിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.